CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി 72 അന്തരിച്ചു. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ചികിത്സയിലായിരിക്കെയാണ് അന്ത്യം. 32 വർഷമായി CPM പോളിറ്റ് ബ്യൂറോ അംഗമായി പ്രവർത്തിച്ചു വരുന്ന യെച്ചൂരി 2015 ജനറൽ സെക്രട്ടറി ആയത്. 2005 മുതൽ 2017 വരെ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു. വൈദേഹി ബ്രാഹ്മണരായ സർവേശ്വര സോമയാജുലു യെച്ചൂരിയുടെയും കൽപ്പകത്തിൻ്റെയും മകനായി 1952 ഓഗസ്റ്റ് 12 ചെന്നൈയിൽ യെച്ചൂരി സീതാരാമറാവു ജനിച്ചത്. പേരിൻ്റെ വാലറ്റത്തിൽ നിന്ന് ജാതി മാറ്റുമെന്ന് തീരുമാനിച്ച് സീതാറാം യെച്ചൂരിയായത്. സുന്ദരരാമയ്യ റെഡ്ഡിയിൽ നിന്നും പി സുന്ദരയ്യയായി മാറിയ CPMൻ്റെ ജനറൽ സെക്രട്ടറിയെ മാതൃകയാക്കിയാണ് സുന്ദരയ്യയ്ക്ക് ശേഷം ആന്ധ്രയിൽ നിന്നും CPM ജനറൽ സെക്രട്ടറിയായ നേതാവാണ് യെച്ചൂരി. അച്ഛൻ്റെ അച്ഛൻ യെച്ചൂരി സീതാരാമയ്യ റാവു ആന്ധ്രയിലെ കിഴക്കൻ ഗോദാവരിയിൽ തഹസിൽദാരായിരുന്നു. അമ്മയുടെ അച്ഛൻ കന്ദഭീമ ശങ്കരറാവ് ചെന്നൈയിൽ നിയമം പഠിച്ച് മദ്രാസ് ഹൈക്കോടതിയിൽ ജഡ്ജിയും ഗുണ്ടൂരിൽ പ്രവർത്തിച്ച ഹൈക്കോടതി പിന്നീട് ഹൈദരാബാദിലേക്ക് മാറ്റുകയായിരുന്നു. അങ്ങനെ ഹൈദരാബാദിലെ സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. 1984 SFIയുടെ ദേശീയ പ്രസിഡന്റായി, പിന്നീട് കേന്ദ്ര കമ്മിറ്റിയിൽ അംഗം. 1992 പോളിറ്റ് ബ്യൂറോയിൽ എത്തി. അമ്മ സംഘടന പിളർപ്പിലേക്ക്, ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നു. 20 അംഗങ്ങൾ ഫെഫ്കയെ സമീപിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് താരസംഘടനയായ അമ്മ സംഘടനയിൽ ഉണ്ടാക്കിയ തർക്കം ശക്തമായി തുടരുകയാണ്. അഭിനേതാക്കൾക്ക് ട്രേഡ് യൂണിയൻ സ്വഭാവത്തോടുള്ള സംഘടന വേണമെന്ന് ആവശ്യപ്പെട്ടു. 20ഓളം വരുന്നവർ വിവിധ ട്രേഡ് യൂണിയൻ കൂട്ടായ്മയായ ഫെഫ്കയെ സമീപിച്ച് അമ്മ പിളരുമെന്ന് ഉറപ്പായി. ട്രേഡ് യൂണിയൻ രൂപത്തിലുള്ള സംഘടന സ്വീകരിക്കുന്ന ആദ്യ കാര്യത്തെക്കുറിച്ചാണ് ആലോചന നടന്നത് എന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി V. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അംഗങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണെന്ന് രാഷ്ട്രീയ പാർട്ടികളെപ്പോലെ പെരുമാറാൻ കഴിയില്ലെന്ന് അമ്മ നേതൃത്വം പലപ്പോഴും വ്യക്തമായിരുന്നു. എന്നാൽ അഴകുഴമ്പൻ നിലപാടിന് പകരം കൃത്യമായ നിലപാട് സ്വീകരിക്കുമെന്ന അഭിപ്രായമുള്ളവർക്ക് സംഘടനയിലുണ്ട്. ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുണ്ടായ ദുർബലമായ പ്രതികരണം അമ്മയ്ക്കുള്ളിൽ തന്നെ പൊട്ടിത്തെറികൾക്ക് വഴിയൊരുക്കുകയും ഇതിന് പിന്നാലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നടങ്കം രാജിവെക്കുകയായിരുന്നു. ഇതിനിടെയാണ് 20ഓളം അംഗങ്ങൾ ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്ന കാര്യവുമായി ഫെഫ്ക ചെയർമാൻ സിബി മലയിനെയും ജനറൽ സെക്രട്ടറി V. ഉണ്ണികൃഷ്ണനെയും കാണുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാൽ ഇത്രയും കോളിളക്കവും പുകലും ഉണ്ടാകുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയിരിക്കില്ല. നേരത്തെ തന്നെ അമ്മയിൽ അതൃപ്തിയുള്ളവർ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൃപ്തിയുള്ളവരെല്ലാം ഒന്നിക്കുന്നു എന്ന് വേണം കരുതണമെന്ന് അമ്മയിലെ മെമ്പർമാർ തന്നെ രഹസ്യമായി പറയുന്നു. ADGP അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ. മൊഴി DGP രേഖപ്പെടുത്തും. അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് DGP ഷെയ്ഖ് ദർവേസ് സാഹിബ് ശുപാർശ ചെയ്യുന്നു. റിപ്പോർട്ട് അജിത് കുമാറിനെതിരെ PV അൻവർ ഉന്നയിച്ച അനധികൃത സ്വത്ത് സമ്പാദ്യം അടക്കമുള്ള ആരോപണത്തിലാണ് നടപടി. കവടിയാറിലെ വീട് നിർമ്മാണം തുടങ്ങിയ 5 കാര്യങ്ങളിലാണ് അന്വേഷണത്തിന് ശുപാർശ. വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്തയാണ് നേരിട്ട് കേസ് അന്വേഷിക്കുക. കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ ആരോപണങ്ങൾ അന്വേഷണം ശക്തമാക്കാനാണ് തീരുമാനം. ഇതിൻ്റെ ഭാഗമായി അൻവറിൻ്റെ പരാതിയിൽ അജിത് കുമാറിൻ്റെ മൊഴി രേഖപ്പെടുത്തുന്നതിന് DGP നോട്ടീസ് നൽകും. നേരിട്ടോ എഴുതി തയ്യാറാക്കിയ മൊഴി രേഖപ്പെടുത്തുന്നതിനാണ് നിർദ്ദേശമെന്നാണ് വിവരം. ഓണത്തിന് ശേഷം നടപടി ഉണ്ടാകുമെന്ന് അറിയുന്നു. അതേസമയം പ്രതിപക്ഷവും ചില ഘടകകക്ഷികളും പാർട്ടിയിലെ ചില നേതാക്കളും ഈ വിജിലൻസ് അന്വേഷണ പ്രഖ്യാപനത്തിൽ സംശയം ചൂണ്ടിക്കാണിക്കുന്നു. മുഖ്യമന്ത്രിക്ക് മേലെ ഒന്നും തന്നെ നടക്കില്ല. DGPയും യോഗേഷ് ഗുപ്തയും എല്ലാവരും മുഖ്യമന്ത്രിക്ക് കീഴിൽ തന്നെയാണ്. DGPയെ പറ്റി ജനങ്ങൾക്ക് നല്ലപോലെ അറിയും. വിജിലൻസ് അന്വേഷണം പ്രതിപക്ഷത്തിൻ്റെയും ഘടകകക്ഷികളുടെയും ആരോപണങ്ങളുടെ മുനയൊടിച്ച് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള തന്ത്രമാണെന്നും ചിലർ പറയുന്നു. ഭരണത്തിൽ RSSൻ്റെ ഇടപെടലിൻ്റെ ശക്തി വളരെ വലുതാണെന്നും മുഖ്യമന്ത്രിയുടെ ഈ നിലപാടുകൾ വിശ്വാസമില്ലെന്നും പ്രതിപക്ഷ നേതാവ്
70 കഴിഞ്ഞ എല്ലാവർക്കും 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്. രാജ്യത്തെ 70 വയസ്സ് മുകളിലുള്ള എല്ലാ പൗരന്മാർക്കും സാമൂഹിക സാമ്പത്തിക പരിധിയില്ലാതെ 5 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകും. ഇതിനുള്ള ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ABPMJ-AY കേന്ദ്രസഭ അംഗീകരിച്ചു കഴിഞ്ഞു. 6 കോടി മുതിർന്ന പൗരന്മാർക്കുള്ള ഏകദേശം 4.5 കോടി കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കും. കേന്ദ്ര ബജറ്റിലെ പ്രഖ്യാപനമാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ പൊതു ധനസഹായമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ABPMJ-Y 12.34 കോടി കുടുംബങ്ങളിലെ 55 കോടി വ്യക്തികൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ പരിരക്ഷ നൽകുന്നു. ആയുഷ്മാൻ യോജനയിൽ നിലവിലുള്ള കുടുംബങ്ങളിലെ 70 വയസ്സും കൂടുതലുമുള്ളവർക്ക് വർഷം 5 ലക്ഷം രൂപ വരെ അധിക പരിരക്ഷ ലഭിക്കുകയും ചെയ്യും. ചീഫ് ജസ്റ്റിസിലുണ്ടായിരുന്ന എല്ലാ വിശ്വാസവും നഷ്ടമായി. ഇന്ദിര ജെയിംസ് സിംഗ് പ്രധാനമന്ത്രി പങ്കെടുത്തതും വിവാദമാകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിൻ്റെ വീട്ടിലെത്തി ഗണേശ പൂജയിൽ പങ്കെടുത്ത സംഭവത്തിൽ വിമർശനവുമായി മുതിർന്ന അഭിഭാഷക ഇന്ദിര ജെയിംസ് സിംഗ് ജുഡീഷ്യറിയുടെയും എക്സിക്യൂട്ടീവിൻ്റെയും അധികാരങ്ങൾ തമ്മിലെ വേർതിരിവിൽ ചീഫ് ജസ്റ്റിസ് വിട്ടുവീഴ്ച കാട്ടിയെന്ന് അവർ പറഞ്ഞു. ചീഫ് ജസ്റ്റിസിനുണ്ടായ വിശ്വാസം നഷ്ടമായി എന്ന് ഇന്ദിര ജെയിംസ് സിംഗ് പ്രധാനമന്ത്രി പൂജയിൽ പങ്കെടുത്തത് വിവിധ തലങ്ങളിൽ നിന്നും വിവാദമാവുകയും ഘടകകക്ഷികളിൽ നിന്നും അതൃപ്തി ഉണ്ടായതായാണ് അറിയുന്നത്. മഹാരാഷ്ട്രയിൽ സീറ്റ് തർക്കം കീറാമുട്ടിയായി. സീറ്റ് വിഭജനം പ്രതിസന്ധിയിൽ. സഖ്യകക്ഷികൾ തമ്മിലുള്ള പരസ്യമായ ഏറ്റുമുട്ടൽ ഒഴിവാക്കണമെന്ന് അമിത്ഷായുടെ അന്ത്യശാസനം വിലപ്പോയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റുകൾ വേണമെന്ന് ശിവസേന ഷിൻഡെ വിഭാഗം അവകാശവാദം ഉന്നയിച്ചതോടെ മഹാരാഷ്ട്ര NDAയിൽ സീറ്റ് വിഭജനം പ്രതിസന്ധിയിലായി. ആകെ 288 സീറ്റുള്ള സ്ഥാനത്ത് 160 സീറ്റുകൾ BJPക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മറ്റൊരു സഖ്യകക്ഷിയായ NCP അജിത് പക്ഷം 60-ലേറെ സീറ്റുകളാണ് ആവശ്യപ്പെടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ ശിവസേനയായി തങ്ങളെയാണ് ജനങ്ങൾ അംഗീകരിച്ചതെന്ന് ഉദ്ധവ് പക്ഷത്തേക്കാൾ മറാഠി ഹൈന്ദവര വോട്ടുകൾ തങ്ങൾക്കാണ് ലഭിച്ചതെന്നും കഴിഞ്ഞ ദിവസം അമിത്ഷായുമായി മുംബൈയിൽ നടത്തിയ ചർച്ചയിൽ ഷിൻഡെ വിഭാഗം അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ജനപ്രീതി വർദ്ധിക്കുകയാണെന്നും 100 സീറ്റ് അനുവദിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയെ NDAക്ക് പരാജയപ്പെടുത്താനാകുമെന്നും കൂടിക്കാഴ്ചയിൽ നേതാക്കൾ അവകാശപ്പെട്ടു. 100 സീറ്റ് ചോദിക്കുന്ന ഷിൻഡെ വിഭാഗം 80 മുതൽ 90 സീറ്റെങ്കിലും ലഭിക്കണമെന്ന ആവശ്യമാണ് അവസാനമായി ഉന്നയിച്ചതെന്ന് അറിയുന്നു. ഷിൻഡെ വിഭാഗവും അജിത് പക്ഷവും തമ്മിലുള്ള തർക്കം മുന്നണിയെ ബാധിക്കുമെന്ന് ഭയപ്പെടുന്നു. ഷിൻഡെ പക്ഷത്തിന് സ്വാധീനമുള്ള മേഖലകളിൽ വേരോട്ടമുണ്ടാക്കാൻ ഷിൻഡെ നടത്തുന്ന ശ്രമങ്ങളാണ് തർക്കങ്ങൾക്ക് വഴിയൊരുക്കിയതെന്നാണ് അറിയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം മുന്നിൽ കണ്ടുകൊണ്ടും അതിൽ ആശങ്കയിലാണ് എല്ലാവരും. അതിനിടയിലുള്ള തർക്കങ്ങൾ BJPക്ക് വിഷമമുണ്ടാക്കി വരുന്നതായും പറയുന്നു.